ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് സദ്യയിലേക്കുള്ള നെക്സ്റ്റ് റെസിപ്പി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പുളിശ്ശേരി എന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ. ഇതൊരു കോവിലകം സ്റ്റൈലുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഒന്ന് വെറൈറ്റി ആയിട്ട് തന്നെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കീച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ അങ്ങ് മാറ്റിയിട്ടാണ് തൊലി കളഞ്ഞിട്ട് ഫുൾ മാങ്ങ ആക്കിയിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മാങ്ങ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും മാങ്ങ ഒന്ന് വേവായിട്ട് വരും. അപ്പോഴേക്കും ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മീഡിയം സൈസുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറഞ്ഞ അളവിൽ തേങ്ങ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ തൈരും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം പുള്ളിയുള്ള തൈര് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അത് നമ്മുടെ മാങ്ങ ഇപ്പോൾ ഏകദേശം ഇവിടെ ഇങ്ങനെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി കുറച്ച് ടൈം ശർക്കരപ്പാനിയിൽ കിടന്നിട്ടാണ് ഇതൊന്ന് വേവായിട്ട് കിട്ടണേ. അങ്ങനെ ആകുമ്പോൾ മാങ്ങേൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം ശർക്കര ഒരു 1/4 കപ്പോളം വെള്ളത്തിലൊന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണേ. അതിൻ്റെ വേസ്റ്റൊക്കെ നരിച്ചെടുത്തതിന് ശേഷം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ടൈം ഇതിൽ കിടന്നിട്ട് ഒരു 5-6 മിനിറ്റോളം കിടന്നിട്ട് മാങ്ങയിൽ കിടന്നിട്ട് ഒന്നുകൂടെ വേവായിട്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ പിടിക്കും കേട്ടോ ആ ഒരു മധുരമൊക്കെ. ഇടയ്ക്ക് നമ്മളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചട്ടി ആയതുകൊണ്ട് തന്നെ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ശർക്കരപ്പാനൊക്കെ കുറുകിയിട്ട് നല്ല തിക്കായിട്ടാട്ടോ അത് വേണ്ടത്. ഇപ്പോൾ അത് ഏകദേശമൊക്കെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ. നല്ല ഇങ്ങനെ ഒരു നമ്മൾക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കുറുകി വന്ന ആ ഒരു രൂപത്തിലാണ് വേണ്ടത് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ നെയ്യിൽ കിടന്നിട്ട് മാങ്ങ വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടിച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങക്ക് നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ടൈം ആ ഒരു ഇതിലിങ്ങനെ കിടന്നൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയേ. ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ആ ഒരു മാങ്ങയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഒന്നായി വന്നാൽ പിന്നെ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് കലക്കിയിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചില ശർക്കരയിൽ ഉപ്പുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കമ്മിയായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെയ്യ് തന്നെ ഇത് വറവിട്ട് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിക്ക് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കളറും ചേഞ്ച് ആയിട്ട് പോവേ.
എന്നിട്ട് ആ ചൂടോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്ര ഉള്ളത് നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി. വളരെ സിമ്പിളായിട്ട് എന്നാന്ന് വെറൈറ്റിയും നല്ല ടേസ്റ്റും കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.